എപ്പിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു തേനീച്ചക്കൂടിൻ്റെ ഉൾവശത്തെ കാഴ്ചകൾ കാണാം. ഏതൊരു തേനീച്ചക്കൂടിനും ഒരു എൻട്രൻസ് ഉണ്ടാകും. അതുവഴിയാണ് ഈച്ചകൾ പുറത്തേക്ക് പോവുകയും തിരിച്ചു മടങ്ങിയെത്തുകയും ചെയ്യുന്നത്. അതുപോലെ കൂടിൽ ഏതു ഭാഗത്ത് ഓപ്പണിംഗ് ഉണ്ടെങ്കിലും അതുവഴി ഈച്ചകൾ പോവുകയും അവിടെ തന്നെ മടങ്ങിയെത്തുകയും ചെയ്യും. ഒരു തേനീച്ചക്കൂടിന് എപ്പോഴും 2 നിലകളുണ്ടായിരിക്കും. അടിത്തട്ട് അഥവാ ബ്രൂഡ് ചേംബർ, മേൽത്തട്ട് അഥവാ ഹണി ചേംബർ. ഹണി ചേംബറിൽ 4 ചട്ടങ്ങൾ ഇട്ടിട്ടുണ്ടാകും. ഈ ചട്ടങ്ങളിൽ അറകൾ നിർമ്മിച്ച് തേനീച്ചകൾ തേൻ നിറച്ചു വയ്ക്കുന്നു. അങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്ന തേനിനെ നാം എക്സ്ട്രാക്ടർ എന്ന മെഷീൻ ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഹണി ചേംബർ എപ്പോഴും തേൻ നിറയ്ക്കാൻ വേണ്ടി മാത്രമുള്ളതിനാൽ ഈച്ചകളുടെ സാധാരണ ജീവിതത്തെ ബാധിക്കാതെ തന്നെ നമുക്ക് തേൻ എടുക്കാൻ സാധിക്കും. ഈ അറകളിലെല്ലാം തേൻ നിറച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രകൃതിയിൽ തേനിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഇങ്ങനെ എത്ര തട്ടുകൾ വേണമെങ്കിലും മുകളിലേക്ക് കയറ്റിക്കൊണ്ടു പോകാവുന്നതാണ്. മേൽത്തട്ട് എടുത്തു മാറ്റിയാൽ അടിത്തട്ട് കാണാം. അടിത്തട്ടിൽ 6 ചട്ടങ്ങളുണ്ടാകും. ഈ ചട്ടങ്ങളിലും തേൻ നിറയ്ക്കാറുണ്ടെങ്കിലും അത് സാധാരണ എടുക്കാറില്ല. ഇങ്ങനെയുള്ള കാലിച്ചട്ടങ്ങൾ ഇട്ടുകൊടുക്കുമ്പോൾ ഈച്ചകൾ തന്നെ അറകൾ നിർമ്മിക്കുന്നു. ഇങ്ങനെ നിർമ്മിക്കുന്ന അറകളിലാണ് റാണി മുട്ടയിടുന്നത് മുതൽ തേൻ നിറയ്ക്കുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഇവിടെ നമുക്ക് റാണിയെ കാണാം. ഒരു തേനീച്ചക്കൂടിന്റെ പ്രഥമ സ്ഥാനം റാണിക്ക് തന്നെയാണ്. ഒരു തേനീച്ച കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒറ്റനോട്ടത്തിൽ തന്നെ റാണിയെ തിരിച്ചറിയാനുള്ള കഴിവ് നേടിയെടുക്കൽ അത്യാവശ്യമാണ്. നീളം കൂടിയ കാലുകളും ഉദരഭാഗത്തെ പൂർണ്ണമായിട്ടും കവർ ചെയ്യാത്ത തരത്തിലുള്ള ചിറകുകൾ, മുതുഭാഗത്തെ തിളക്കം, വലിപ്പക്കൂടുതൽ തുടങ്ങിയവ ആകാരഭംഗിയിൽ മറ്റുള്ള ഈച്ചകളെ തൊട്ട് റാണിയെ വ്യത്യസ്തയാക്കുന്ന കാര്യങ്ങളാണ്. തേനീച്ച കോളനിയിൽ മുട്ടയിടാനുള്ള കഴിവ് റാണിക്ക് മാത്രമാണുള്ളത്. വംശവർദ്ധനവിനാവശ്യമായിട്ടുള്ള മുട്ടകളിടുക, കൂട്ടിലെ അംഗങ്ങളെ ഏകീകരിച്ചു നിർത്താനുള്ള ഫിറമോണുകൾ പുറപ്പെടുവിക്കുക തുടങ്ങിയ 2 ധർമ്മങ്ങളാണ് റാണിക്കുള്ളത്. റാണിക്ക് ഭക്ഷണം നൽകുന്നത് മുതൽ റാണിയെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് വരെയുള്ള മുഴുവൻ ചുമതലകളും ഏറ്റെടുത്തിട്ടുള്ള വേലക്കാരി ഈച്ചകൾ റാണിയോടൊപ്പം എപ്പോഴും ഉണ്ടാകും. ഒരു തേനീച്ചക്കൂട്ടിൽ ഒരൊറ്റ റാണി മാത്രമേ കാണുകയുള്ളൂ. വേലക്കാരി ഈച്ചകളുടെ ഹൈപ്പോഫാരിഞ്ചിയൽ ഗ്രന്ഥിയിൽ നിന്നും പുറപ്പെടുന്ന റോയൽ ജെല്ലി എന്ന സവിശേഷ ഭക്ഷണമാണ് റാണിയുടെ ഭക്ഷണം. ഒരു ദിവസം 500 മുതൽ 1500 മുട്ടകൾ വരെ ഇടാനുള്ള ശേഷി റാണിക്കുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മുട്ടയിടാനുള്ള അറയിലേക്ക് തലഭാഗം ഇറക്കി സാഹചര്യങ്ങളെല്ലാം കൃത്യമാണോ എന്ന് നിരീക്ഷിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം റാണിയുടെ ഉദരഭാഗം അറയിലേക്ക് ഇറക്കി മുട്ടയിടുന്നു. സാഹചര്യങ്ങൾ കൃത്യമല്ലാത്ത അറകളിൽ റാണി മുട്ടയിടാറില്ല. മുട്ടയിടുന്ന സന്ദർഭത്തിൽ ആവശ്യമായ ശുശ്രൂഷകൾ പരിചാരകരായ ഈച്ചകൾ നൽകിക്കൊണ്ടിരിക്കും. റാണി ഇട്ടുപോയ മുട്ടകളെ ശരിയായ രീതിയിൽ അറകളിൽ സ്ഥാപിക്കേണ്ട ചുമതല വേലക്കാരി ഈച്ചകളുടേതാണ്. ഒരറയിൽ 1 മുട്ട മാത്രമേ റാണി ഇടാറുള്ളൂ. ഓരോ അറകളും നോക്കുമ്പോൾ ഓരോ മുട്ടകൾ വീതമാണ് കിടക്കുന്നതെങ്കിൽ ആ കൂട്ടിൽ റാണി ഉണ്ട് എന്ന് ഉറപ്പിക്കാം. റാണി ഇടുന്ന മുട്ടകൾ 2 തരം: ബീജസങ്കലനം നടന്നവയും നടക്കാത്തവയും. ബീജസങ്കലനം നടന്ന മുട്ടകൾ പെണ്ണീച്ചകളായും ബീജസങ്കലനം നടക്കാത്ത മുട്ടകൾ ആണീച്ചകളായും വിരിഞ്ഞിറങ്ങുന്നു. ദൃശ്യങ്ങളിൽ റാണിയുടെ മുട്ടകളെയും മുട്ട വിരിഞ്ഞുണ്ടായ ലാർവകളെയും കാണാം. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിന് വാഗിൾ ഡാൻസ് എന്നാണ് അറിയപ്പെടുന്നത്. പുറത്തു പോയി വരുന്ന ഈച്ചകൾ പൂമ്പൊടിയുടെയും തേനിൻ്റെയും വെള്ളത്തിൻ്റെയും ലഭ്യത, സ്ഥാനം, ദൂരം, ദിശ എന്നിവ കൃത്യമായിട്ട് മറ്റ് ഈച്ചകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നൃത്തരൂപമാണിത്. ഇത് മനസ്സിലാക്കിയതിനു ശേഷം അടുത്ത സംഘം ഈച്ചകൾ കൂട്ടിലേക്ക് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കാനായി പുറപ്പെടുന്നു. കാലുകളിൽ പൂമ്പൊടി ശേഖരിച്ചെത്തിയ ഒരു ഈച്ചയെ കാണാം. ഇതുപോലെ പൂമ്പൊടി, തേൻ, വെള്ളം ഇവകൾ ശേഖരിക്കാൻ പ്രത്യേകം ഈച്ചകളാണ് ഓരോ കൂട്ടിലും ഉള്ളത്. ഫോളോ ഫോർ മോർ.